പ്രതീക്ഷിച്ച് നിൽക്കുന്ന സമയത്ത് ഒരു അന്നത്തെ കാലത്ത്, അതായത് 29 വർഷക്കാലത്തിന് മുമ്പ് ഒരു ലവ് മാരേജ്, വ്യത്യസ്തമായ 2 വിവാഹങ്ങളിൽ നിന്ന് നടക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല എന്ന് നമുക്കറിയാം. പക്ഷെ അവിടെ നിങ്ങൾ വളരെ ഗംഭീരമായി, വിജയകരമായി നിങ്ങളത് പൂർത്തീകരിച്ച് 29 വർഷക്കാലം കഴിഞ്ഞിരിക്കുന്നിടത്ത് ഇപ്പോൾ സാഹിത്യകാരിയായി, എഴുത്തുകാരിയായി, നോവലിസ്റ്റായി, സിനിമാ താരമായി, അങ്ങനെ നിരവധി നമുക്കൊപ്പം ചേർക്കാനുള്ള വിഷയങ്ങൾ കിട്ടിയെടുത്തുന്നത് ഈ ഒരു ജീവിതത്തിൻ്റെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പുതിയ തലമുറയോട്, ഒരുപക്ഷെ നിങ്ങളുടെ മക്കളുടെയൊക്കെ തലമുറയോട് നിങ്ങൾക്ക് പറയാൻ എന്തെങ്കിലുമൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ടാവുമല്ലോ. എങ്ങനെയാണ് രശ്മി സജയൻ അതിനെ നോക്കിക്കാണുന്നതെന്നൊന്ന് പ്രേക്ഷകർക്കൊന്ന് പങ്കുവയ്ക്കാമോ? നമ്മളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഈ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് വന്ന 2 ആൾക്കാരാണ് എല്ലാവരും. അതായത് കല്യാണം കഴിക്കുന്ന ഓരോ സ്ത്രീയും പുരുഷനും അവരുടെ ജീവിത രീതിയിൽ എന്തിനു പറയുന്നു, രുചിക്കൂട്ടുകൾ പോലും വ്യത്യസ്തമായിരിക്കും. അതായത് ഭർത്താവിൻ്റെ വീട്ടിൽ വരുമ്പോൾ അതുവരെ നമ്മൾ കഴിച്ചു വന്ന യാതൊന്നും ആയിരിക്കില്ല അവിടുത്തെ ശീലങ്ങൾ നമ്മുടെ വീട്ടിൽ. അപ്പം ആരെങ്കിലും ഒന്ന് കോംപ്രമൈസ് ചെയ്തേ പറ്റത്തുള്ളൂ. അതിന് ഉദാഹരണമായിട്ട് വേണമെങ്കിൽ പറയാം, ഞാൻ ഈ കുടംപുളിയിട്ട മീൻകറി എൻ്റെ കല്യാണം വരെ ഞാൻ കഴിക്കില്ലായിരുന്നു. കല്യാണം കഴിച്ച് വന്നപ്പം അവിടെ കുടംപുളിയിട്ട മീൻകറി മാത്രമേ ഉള്ളൂ, മറ്റേ നാടൻ പിഴുപുളിയിട്ട മീൻകറി ഇല്ല. ആദ്യത്തെ ഒരു ദിവസം ചേട്ടത്തി അങ്ങനെ എനിക്കായിട്ട് വെച്ച് തന്നു. പക്ഷെ പിന്നീട് ഞാൻ ആലോചിച്ചു, ഒരാൾക്ക് വേണ്ടി വെക്കുന്നതും എല്ലാവർക്കും കൂടി വെക്കുമ്പോൾ ഞാൻ ഒരാൾ മാത്രം സാക്രിഫൈസ് ചെയ്താൽ മതി അവിടെ. അങ്ങനെയാണ് അതിലേക്ക് എത്തിയത്. അങ്ങനെ ഓരോ കാര്യങ്ങളിലും ഇപ്പം എനിക്ക് ഈ പറഞ്ഞ പിഴുപുളിയിട്ട കറി എനിക്കിഷ്ടമില്ല. കുടംപുളിയിട്ട കറിയാണ് നമ്മൾ വീട്ടിൽ വെക്കുന്നതും കഴിക്കുന്നതും. അങ്ങനെ ജീവിതവും അതുപോലെ തന്നെയാണ്. നമ്മൾ ഈ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് വരുമ്പം ആരെങ്കിലും ഒരാൾ എന്തെങ്കിലുമൊക്കെ സാക്രിഫൈസ് ചെയ്താലേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അത് അല്ല ഞാൻ അങ്ങനെ ആയിരുന്നു, അങ്ങനെ തന്നെ ഞാൻ ഇനിയും മുന്നോട്ട് പോകൂ എന്നൊരു വാശി പാടില്ല. നമ്മൾ വെള്ളം ഏതൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു വെക്കുന്നോ ആ പാത്രത്തിന്റെ ആകൃതി ആയിരിക്കും ആ വെള്ളത്തിന്. കുടത്തിൽ ഒഴിച്ചു വെച്ചാൽ കുടത്തിന്റെ ആകൃതി, ചരുവത്തിൽ ഒഴിച്ചു വെച്ചാൽ ചരുവത്തിന്റെ ആകൃതി. അതേപോലെയാണ് ഞങ്ങളെ ഏത് സാഹചര്യത്തിൽ കൊണ്ടിടുന്നോ ആ സാഹചര്യത്തിൽ ഞങ്ങൾ 2 പേരും ജീവിക്കാൻ തയ്യാറാണ്. അതാണ് ഞങ്ങളുടെ ഈ ലൈഫിലെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ സാഹിത്യപരമായ ഭാഷയിലാണ് രശ്മി സജയൻ ഇപ്പോൾ ഈ വിഷയം പറഞ്ഞെങ്കിലും ഒരു ശരിക്കും നമ്മളൊരു അതായത് കുട്ടനാട് ഗ്രാമത്തിൽ ജനിച്ച ആളാണ് രശ്മി സജയൻ. ശങ്കരമംഗലം പോലെ ഉള്ള ഒരു പൊന്മന പോലെയൊക്കെ ഉള്ളൊരു ദേശത്ത് ജനിച്ച, നേരത്തെ പറഞ്ഞ പോലെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളിൽ ജീവിച്ചു പോയവർ. ഞാൻ പറയുന്നത് ഇന്നത്തെ ഈ യുവജനങ്ങൾക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന വാക്കിനോട് തന്നെ വളരെ ജീവിതത്തിൽ എന്തിനു അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്ന് ചോദിക്കുന്നവരാണ് ഇന്നത്തെ തലമുറയിലെ പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ. അപ്പോൾ ഒരുപക്ഷെ ജീവിതത്തിൻ്റെ പകുതി വർഷത്തോളം ഒരു നൂറ്റാണ്ടിൻ്റെ പകുതി വർഷത്തോളം എത്താൻ പോയിക്കൊണ്ടിരിക്കുന്ന ഈ രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ 29 വർഷത്തിനിടയിൽ ഇപ്പോഴത്തെ തലമുറയോട് നമ്മൾ പറയുകയാണ് എങ്ങനെയായിരിക്കണം. ഒരു മകൾ കല്യാണം കഴിച്ച് വിദേശത്താണ്, ഒരു മകൻ ഉണ്ട്. അപ്പോൾ നിങ്ങളും ഒരു ഫാമിലി എന്ന രീതിയിലാണല്ലോ. അപ്പോൾ സാഹിത്യ ഭാഷ മാറ്റി ജീവിത ഭാഷയിലേക്ക് നമ്മൾ വന്നാൽ അതിനെങ്ങനെയായിരിക്കും നമ്മൾ കാണുന്നത്? അത് നമ്മുടെ മക്കള് കണ്ടു വളരുന്നൊരു സാഹചര്യമുണ്ട് ജീവിതത്തെക്കുറിച്ച്. വീട്ടിലെങ്ങനെയാണ് എന്താണെന്ന് ഒരു 70% കുട്ടികളും അവരുടെ വീട്ടിൽ എന്താണോ കണ്ടുവരുന്നത് അതായിരിക്കും അവരുടെ ലൈഫിലും ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇപ്പം എൻ്റെ മോള് വിവാഹം കഴിച്ചു ചെന്നെങ്കിലും അവൾ തന്നെയാണ് ഭക്ഷണം എല്ലാം പാകം ചെയ്യുന്നതും മോന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതും. 2 ആളും ജോലിക്ക് പോകുന്നുണ്ട്. അവളും അതാണ് കണ്ടു വളർന്നേക്കുന്നത്. ഞാൻ രാവിലെ എല്ലാം വെച്ചിട്ട് അവർക്കുള്ളതും പാത്രത്തിലാക്കി എനിക്കുള്ളതും പാത്രത്തിലാക്കി ഞങ്ങൾ പോകുന്നു, വീണ്ടും വീട്ടിലെത്തുന്നു, വീണ്ടും എല്ലാം ചെയ്യുന്നു. അങ്ങനത്തെ രീതിയിലാണ് അവൾ കണ്ടു വളർന്നത്. അതേ രീതി തന്നെയാണ് അവളും ഫോളോ ചെയ്യുന്നത്. അല്ലാതെ ഇപ്പോഴത്തെ നമ്മൾ പുതിയ സിനിമയിലൊക്കെ കാണുമല്ലോ, ഇന്ന് ഞാൻ ചായ ഇട്ടാൽ നാളെ നീ ചായ ഇടണം എന്ന രീതിയിലേക്ക് ഡേയ്സ് മാറ്റി വെച്ചുള്ള ഇതുണ്ട്. പക്ഷെ ആ രീതിയിലേക്ക് ഞാൻ എൻ്റെ മോളെ എത്തിച്ചിട്ടില്ല. അങ്ങനെ നമ്മൾ കാണുന്ന പലയിടങ്ങളിലും എത്താത്തവരും ഉണ്ട്, എത്തിയവരും ഉണ്ട്. പക്ഷെ കുട്ടികൾ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യണം എല്ലാ കാര്യത്തിലും. എന്നാൽ മാത്രമേ അവരുടെ ലൈഫ് മുന്നോട്ട് പോകൂ. കാരണം ഒരു തലമുറ മാറ്റമുണ്ട് ഇവിടെ. നമ്മൾ കണ്ട പലതും ഇന്നത്തെ കുട്ടികൾ കാണുന്നില്ല. ഓക്കെ, അപ്പം നമ്മളൊന്ന് എഴുത്തിലേക്ക് തിരിച്ചു വരാം. ഒരുപക്ഷെ ആദ്യത്തെ ഒത്തിരി എഴുത്തുകൾ എഴുതി മടക്കി വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇതൊരു സമയത്തുണ്ടായ ഒരു ഇൻസ്പിറേഷനിൽ നിന്നാണ്, അല്ലെങ്കിൽ ഒരു ചേതോവികാരത്തിൽ നിന്നാണ് അതിനൊരു പ്രസിദ്ധീകരണ മേഖലയിലേക്ക് എത്തിക്കപ്പെടേണ്ടതാണ് എന്ന് നിങ്ങൾ പരസ്പരം ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഒരു എഴുത്തുകാരിയായി ഇന്ന് ഒരുപക്ഷെ രശ്മി സജയൻ അറിയപ്പെടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ
ഒരു തകഴിയുടെ നാട്ടിൽ ഒരുപക്ഷെ തകഴി ശിവശങ്കരപ്പിള്ള അദ്ദേഹം, അതായത് മഹാനായ ആ ഒരു എഴുത്തുകാരനൊക്കെ ഒരുപക്ഷെ നിങ്ങളുടെ ബന്ധു വലയത്തിലൊക്കെ പെട്ടുകയും ഒക്കെ ചെയ്ത ആ നാട്ടിൽ നിന്ന് തന്നെ ഒരു എഴുത്തിലേക്ക് വരണം, സാഹിത്യത്തിലേക്ക് വരണം എന്ന് തോന്നുന്ന ഒരു ചെറിയ കാര്യമല്ല. കാരണം അതെല്ലാവർക്കും കിട്ടുന്നൊരു സിദ്ധിയല്ല. അങ്ങനെ ഒരു സിദ്ധിയിലേക്ക് എത്തപ്പെടാനുണ്ടായ സാഹചര്യം കുറഞ്ഞ വാക്കുകളിൽ ഒന്ന് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാം. ഈ തകഴി ശിവശങ്കരപ്പിള്ളയുടെ നാട്ടിൽ ജനിച്ച് അതേ പേരിൽ അറിയപ്പെടുന്ന ഒരാളാണ് എൻ്റെ അച്ഛൻ. അതായത് ചവറയിൽ ഞാൻ വളർന്നത് ചവറ എന്ന് പറഞ്ഞ നാട്ടിലാണ്. അവിടെയും നമ്മുടെ നാടിനും ഒരു സാഹിത്യ പാരമ്പര്യമുണ്ട്. മഹാനായ സാഹിത്യകാരൻ ONV കുറുപ്പ്, അതായത് 2 ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കൾ, ഒന്ന് തകഴി ശിവശങ്കരപ്പിള്ള, ഒന്ന് ONV കുറുപ്പ്. ഇവരുടെ കാലഘട്ടത്തിൽ ജീവിച്ചതും അവരെ അറിയാൻ കഴിഞ്ഞതും ഒക്കെ ആയിരിക്കാം ചിലപ്പം എന്നിലും ഒരു സാഹിത്യകാരി ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. അല്ലെങ്കിൽ അവരൊക്കെ എഴുതുന്നതിൻ്റെ ഏതെങ്കിലും ഒരറ്റത്ത് നമുക്കും ഒന്ന് എഴുതണം, ഇവരുടെയൊക്കെ സൃഷ്ടികൾ വായിച്ചപ്പം എനിക്കും ഒന്ന് എഴുതണം എന്ന് തോന്നി തുടങ്ങി. പിന്നെ സ്കൂൾ അധ്യാപകനായ എഴുത്തുകാരൻ റഹീം ശാസ്താംകോട്ട, അദ്ദേഹത്തിൻ്റെ പേരാണ് എടുത്തു പറയേണ്ടുന്നത്. ബാലസാഹിത്യത്തിലൂടെ പ്രസിദ്ധനായ അന്നത്തെ എഴുത്തുകാരനായിരുന്നു റഹീം ശാസ്താംകോട്ട. ക്ലാസ് അധ്യാപകനായിട്ട് വന്നപ്പോഴാണ് എന്നിലെ സാഹിത്യകാരിക്ക് എഴുതണം എന്നുള്ള മോഹം കലശലായത്. അങ്ങനെ ഈ ഒരു ഇതിലേക്ക് ഞാൻ എത്തിപ്പെട്ടു. അപ്പോൾ ശരിക്കും നമ്മൾ പിറന്ന നാടും അവിടുത്തെ ലോകം കണ്ട മഹാന്മാരും ഒക്കെ ഒരുപക്ഷെ നമ്മളെ ഗുരുക്കന്മാരായിട്ട് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് രശ്മി സജയൻ എഴുത്തിലേക്ക് കടന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ? അങ്ങനെ തന്നെയാണ്. ആ താങ്കൾ വിവാഹം കഴിച്ച മിസ്റ്റർ സജയൻ എങ്ങനെ ഒരു ശില്പിയായി മാറി എന്നതിനെക്കുറിച്ചും കൂടി ഞങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്. അതും കൂടി ഒന്ന് വിവരിക്കാം. അത് ഞാൻ തന്നെ പറയാം. അതായത് അതെ, രശ്മിയുടെ വാക്കുകളിലൂടെ കേൾക്കുക എന്നുള്ളതാണ് ഞങ്ങളെ പ്രേക്ഷകരെ സംബന്ധിച്ച്. ഉള്ളില് ഒരു കലയുള്ള മനുഷ്യനായതുകൊണ്ടാണ് മകളൊരു നർത്തകിയായിട്ടും ഞാനൊരു സാഹിത്യകാരിയുമായിട്ടും ഒക്കെ അറിഞ്ഞത്. അതായത് ഞങ്ങളുടെ വീട്ടിലേക്ക് ആദ്യ സമ്മാനങ്ങൾ കൊണ്ടുവരുന്നത് മകളാണ്, പിന്നീട് അത് മകനായി. അപ്പൊ ഇവരെയൊക്കെ ഓരോ കാര്യത്തിനായിട്ട് പ്രിപ്പയർ ചെയ്ത് വിടുന്ന ജോലിയാണ് എനിക്ക്. അങ്ങനെ സജയണ്ണനെയും 1-2 കാര്യങ്ങൾ ഇതുപോലെ യൂണിയൻ സെക്രട്ടറി ഒക്കെ ആയിരുന്നു കമ്പനിയിൽ. അപ്പോൾ പ്രസംഗം കാര്യങ്ങൾ, മക്കള് മത്സരിക്കാൻ കമ്പനിയിലെ മത്സരങ്ങൾ, സ്കൂളിലെ മത്സരങ്ങൾ, ഇതിനെല്ലാം എല്ലാത്തിനും ഞങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ആളാണ് ശില്പി. അപ്പോൾ അങ്ങനെ വന്നപ്പം ഒരാഗ്രഹം പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും ഒരു ശില്പം ചെയ്യണം എന്ന്. അപ്പം ആദ്യം ചിന്തിച്ചത് കൊക്ക് പോലെ ഏതെങ്കിലും ഒരു പക്ഷിയോ അങ്ങനെ എന്തെങ്കിലും നിസ്സാരമായിട്ട് ചെയ്യാം എന്ന് വിചാരിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത്, അത് വേണ്ട, നമുക്ക് ഒരു ശ്രീകൃഷ്ണൻ്റെ ശില്പം ചെയ്യ്, നന്നായാലും ചീത്തയായാലും നമുക്ക് വീട്ടുമുറ്റത്ത് വെക്കാമെന്ന്. അങ്ങനെ പറഞ്ഞിട്ടാണ് ആ ഒരു ശില്പം, ശ്രീകൃഷ്ണൻ്റെ ശില്പം. പോരായ്മകൾ ഒരുപാടുണ്ടാവാം, പക്ഷേ എങ്കിലും ഞങ്ങൾക്ക് ഏറ്റവും ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ശില്പം അത് തന്നെയാണ്. ഓക്കെ. പക്ഷെ അത് കഴിഞ്ഞ് അദ്ദേഹം വളരെ ശക്തമായ ഭാഷയിൽ ഉണ്ടാക്കിയ, അല്ലെങ്കിൽ മനസ്സ് ഇഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു ശില്പമാണ് തൻ്റെ ഭാര്യയുടെ ശില്പമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ അതിലേക്ക് അദ്ദേഹത്തിനെ എത്തിപ്പിക്കാൻ പെട്ടതിനുണ്ടായ കാരണം എന്താണ് എന്നുള്ളത് കൂടി ഒന്ന് പറയാമെങ്കിൽ നന്നായിരിക്കും. അത് ഈ ശ്രീകൃഷ്ണന്റെ ശില്പം ഉണ്ടാക്കി കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ മലമ്പുഴ ഡാം കാണാൻ പോകുന്നത്. അവിടെ വെച്ചിട്ട് കാനായി കുഞ്ഞിരാമൻ സാറിനെ, പ്രശസ്തനായ ശില്പി, അദ്ദേഹത്തെ കണ്ടു, അദ്ദേഹത്തെ പരിചയപ്പെട്ടു. അങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ ഞാൻ തന്നെയാണ് പറയുന്നത്, ഇദ്ദേഹം ചെറുതായിട്ടൊക്കെ ശില്പങ്ങൾ ചെയ്യുന്ന ആളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ സാറ് ഫസ്റ്റിലത്തെ ഡയലോഗ് ഇതാണ്, കൂടെ തന്നെ ഉണ്ടല്ലോ മോഡല്, ഈ ശില്പം ഒന്ന് ചെയ്തുകൂടെ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. ഓക്കെ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് കാനായി കുഞ്ഞിരാമൻ എന്ന് പറയുന്ന പ്രശസ്തനായ ശില്പിയുടെ വാക്കുകളിലൂടെയാണ് രശ്മി സജയനിൽ ഒരു ശില്പത്തിൻ്റെ ഒരു ഒരു പ്രതിബിംബമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സ്വന്തം കഥാനായകൻ തൻ്റെ ഭാര്യയെ മോഡലാക്കിക്കൊണ്ടൊരു ശില്പം ഉണ്ടാക്കിയെന്നാണ്. ഒരുപക്ഷെ അങ്ങനെ ഒരു ശില്പം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കാണോ നമ്മുടെ ശില്പിക്ക് ഇനിയും ഇങ്ങനെയുള്ള ശില്പങ്ങൾ ഉണ്ടാക്കാമെന്നുള്ളൊരു ഒരു ഒരു ആത്മബലം കിട്ടിയത്. സാധാരണ എല്ലാ വലിയ മഹാമനുഷ്യന്മാരും ലോകം കണ്ട എല്ലാവരുടെയും പിന്നിൽ ഒരു സ്ത്രീയുടെ ബലം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ അത് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഉപമിക്കാമോ? തീർച്ചയായിട്ടും.